പണ്ട് മുതലേ പല സിനിമയിലും കേട്ടിട്ടുള്ള കാര്യമാണ് ഈ നായ്ക്കരണ പൊടി എന്ന് പറഞ്ഞൊരു സാധനം ദേഹത്തിട്ടാൽ ചൊറിയും. പക്ഷേ അതിനേക്കാൾ കൂടുതലും എല്ലാവരും പറയുന്നത് ഈ പ്രത്യേകിച്ച് ഈ പരമ്പരാഗത വൈദ്യന്മാരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ല ആഫ്രോഡീസിയാക്കാണ്. ആഫ്രോഡീസിയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷുവൽ സ്റ്റിമുലൻറ്റ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റായിട്ട്. ഇനി ഇത് മാത്രമല്ല പറയുന്നത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ, അതായത് സ്പേം കൗണ്ട് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സ്പേം കൗണ്ട് ശരിയാവും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നായ്ക്കരണ പൊടി എന്നാണ്. ഇതെല്ലാം പറയുന്നത് നിങ്ങൾ ചുമ്മാ ഒന്നും എടുത്ത് കഴിച്ചാൽ പോരാ, പാലിൽ ചാലിച്ച് കഴിക്കണം. പാലിൽ കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര എഫക്റ്റീവാണെന്നാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം കൂടെ മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് ഒരാൾ എനിക്ക് അയച്ചു തന്ന വീഡിയോയ്ക്കകത്ത് ഒരു ലേഡി ഇങ്ങനെ പല വൈദ്യന്മാരുടെ അടുത്ത് പോകുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ പോയ ഒരു വൈദ്യൻ സജസ്റ്റ് ചെയ്ത, പുള്ളി വിൽക്കുന്ന ഒരു പൊടിയാണ് ഈ നായ്ക്കരണ പരിപ്പിനെ പൊടിച്ചുണ്ടാക്കുന്ന പൊടി. ഇത് പാലിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യത്തിലുള്ള സകല പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി മാർക്കറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വൈദ്യൻ. അങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മ്യൂക്യൂണ പ്രൂറൈൻസ് എന്ന് പറഞ്ഞ പേരുള്ള ഈ സാധനം, അല്ലെങ്കിൽ വെൽവെറ്റ് ബീൻസ് എന്നറിയപ്പെടുന്ന, നമ്മുടെ നാട്ടിൽ നായ്ക്കരണ ചെടി എന്നറിയപ്പെടുന്ന ഈ ചെടിയുടെ കായ ആണ് കൂടുതലും ഈ പറഞ്ഞ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് 3 തരം സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് പൂവുണ്ട്, അതിനകത്തുള്ള പരിപ്പ് എന്ന് പറയാൻ പറ്റുന്ന സാധനമുണ്ട്, ഏറ്റവും പുറത്ത് ബീൻസ് എന്ന് പറയാൻ പറ്റുന്ന സംഗതിയുണ്ട്. ഇതിൽ ഈ ബീൻസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പുറത്തുള്ള ഒരു മുടി പോലത്തെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറാണ് ചൊറിയാനായിട്ട് കാരണമാവുന്ന ഒരു സാധനം. ഇത് വളരെ ടൈനി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ഇത് സ്കിന്നിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു മെക്കാനിക്കൽ ഇറിറ്റേഷൻ തന്നെ ഉണ്ടാക്കും. അവിടെ കൊണ്ടിരുന്നിട്ട് അതിങ്ങനെ ശല്യം ഉണ്ടാക്കും. ചെറിയ കെമിക്കൽ ആയിട്ടുള്ള ചില ഒരു റിയാക്ഷനൊക്കെ ഉണ്ടാകും. പക്ഷേ അലർജി അല്ല. ഇതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ഇതാണ് പലപ്പോഴും ആളുകളുടെ ദേഹത്തൊക്കെ വെതറിയിട്ട് ചൊറിയാനും കാര്യങ്ങളൊക്കെ കാരണമാകുന്നത്. പക്ഷേ മരുന്നായിട്ട് ഇവർ പറയുന്നത് ഇതിനെ മൊത്തത്തിൽ പൊടിച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് മരുന്നായിട്ട് പറയുന്നത്. അപ്പോൾ മരുന്നിനകത്താണ് ഇവർ ആഫ്രോഡീസിയാക്ക്, അതായത് ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാം. സ്പേമിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ കൂട്ടാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പഠനമുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത്. നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠനമുള്ളത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഈ പഠനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, ഇവർ പഠനങ്ങളിൽ കാണുന്ന ഒരു പൊതു സ്വഭാവമാണ് ഞാൻ പറയുന്നത്. ഒരു 5 ഗ്രാം, ഏതാണ്ട് ഒരു 5 ഗ്രാം, അപ്രോക്സിമേറ്റ്ലി 5 ഗ്രാംസ് ഇവർ എടുത്തിട്ട് ഒരു 3 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണ്. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞ ആളുകളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ചിലർക്കൊക്കെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഇനി ആ സ്റ്റഡീസ് വളരെ ക്വാളിറ്റി ഉള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയും റാൻഡമൈസ് കൺട്രോൾ ട്രയൽ അല്ലെങ്കിൽ ഡബിൾ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ നടത്തണം. അത്ര ഭയങ്കര ക്വാളിറ്റിയുള്ള സ്റ്റഡീസൊന്നുമല്ല. പക്ഷേ എന്തോ ഒരു വ്യത്യാസമൊക്കെ ചില സ്റ്റഡീസിനകത്ത് കണ്ടിട്ടുണ്ട്. ചിലർ ഇത് ആവർത്തിച്ച് നോക്കിയപ്പോൾ, ഇപ്പോൾ ഇന്ത്യയിലുള്ളതല്ലാതെ പുറത്ത് ആവർത്തിച്ചൊക്കെ നോക്കിയപ്പോൾ പല സ്റ്റഡീസിലും കാണുന്നതെന്ന് വെച്ചാൽ മിക്സ്ഡ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. ചിലർക്ക് കൂടുന്നു, ചിലർക്ക് കുറയുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളല്ല കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ കൺക്ലൂസീവായിട്ട് ഒരു എവിഡൻസ് ഇല്ലെങ്കിലും ഏതാണ്ട് ഏതൊക്കെയോ ഭാഗത്ത് എന്തൊക്കെയോ എവിഡൻസ് ഉള്ളതുപോലെ നമുക്ക് ഈ സ്റ്റഡീസൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ തോന്നും. അപ്പോൾ ഇത് നമുക്ക് ഉറപ്പിക്കാമോ ഇതൊരു സെക്ഷുവൽ സ്റ്റിമുലൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആഫ്രോഡീസിയാക്ക് ആണെന്നുള്ളതിനുള്ള തെളിവ് ഒരു പഠനത്തിൽ പോലും ഇല്ല. അതായത് ഒരു സെക്ഷുവൽ സ്റ്റിമുലൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഉദ്ധാരണ ശേഷി കൂട്ടുന്നതിനായിട്ടുള്ളതിന് ഏതെങ്കിലും സ്റ്റഡീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അതിനൊന്നും വലിയ കാര്യമായിട്ടുള്ള സ്റ്റഡീസൊന്നുമില്ല, അതിനൊന്നും തെളിവില്ല. ആകെപ്പാടെ കണ്ടുവരുന്നത് സ്പേമിൻ്റെ കൗണ്ട് കൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച്, ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് സ്റ്റഡീസ് മാത്രമാണ്. അതൊന്നും അത്രയും റിലയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് നമ്പറിൽ നടത്തിയ പഠനങ്ങളല്ല, പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ ഇല്ല, ബ്ലൈൻഡിങ് ഇല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള സാധനങ്ങളാണ്. അത് വളരെ വീക്കായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ഏറ്റവും അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഈ ഒരു സാധനം, ചുമ്മാ പ്രകൃതിയിലുള്ള ഒരു നായ്ക്കരണ പരിപ്പെന്ന് പറഞ്ഞ ഒരു സാധനം എങ്ങനെയാണ് മനുഷ്യൻ ഇത് മരുന്നായിട്ട് കണ്ടെത്തിയെന്നുള്ളതാണ്. അവിടെയാണ് ഈ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ സംഗതി വരുന്നത്. അതായത് വാൾനട്ട് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാൾനട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏതാണ്ട് ഒരു ബ്രെയിനിൻ്റെ ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ സംബന്ധിച്ച കാര്യങ്ങൾക്കെല്ലാം, അതായത് മനുഷ്യ ശരീരവുമായിട്ട് സിമിലാരിറ്റി ഉള്ള എല്ലാ സാധനങ്ങൾക്കും ഇവർ അതിൻ്റെ നല്ലതിനാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി കൊടുക്കുകയാണ്. ബേസിക്കലി അത് നമുക്കായി അമൃതമായിട്ട് അല്ലെങ്കിൽ ഒരു മരുന്നായിട്ട് ഇങ്ങനെ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സിഗ്നേച്ചർ കാണുമല്ലോ, അതാണ്. ഇപ്പം മസ്തിഷ്കത്തിൻ്റെ ഷേപ്പിലുള്ള വാൾനട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ
ബ്രെയിനിന് നല്ലതാണ്, വളരെയധികം ബുദ്ധി ഉണ്ടാവും എന്ന് പറയുമായിരിക്കും. അതുപോലെ റൈനോ ഹോൺ ഈ പറഞ്ഞതുപോലെ ഒരു ആഫ്രോഡിസിയൊക്കെ പറയാറുണ്ട്. ശംഖുപുഷ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് PCOS, PCOD അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചില സെക്ഷുവൽ സ്റ്റിമുലൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാര്യം അതിൻ്റെ രൂപം എന്ന് പറയുന്നത്, അതിൻ്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ ജീനസ് തന്നെ ക്ലിറ്റോറിയ. ആ പീ ഫ്ലവറിന് ഈ പറഞ്ഞ വേറെ പല അവയവങ്ങളുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതിനങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ. ഇതല്ലാതെ ഇതിനകത്ത് ഉപയോഗിച്ച് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു ഗുണമില്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമല്ലോ. അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഈ പരിപ്പിനകത്ത് എൽ ഡോപ്പ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എന്താണ് എൽ ഡോപ്പ? ഈ എൽ ഡോപ്പ എന്ന് പറഞ്ഞ സാധനം ഈവൻ മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള ആളുകളിൽ ഒരു മരുന്നെന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അവർക്ക് ഡോപ്പമിൻ്റെ അളവ് ബ്രെയിനിൽ കുറയുന്നത് കൊണ്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഡോപ്പമിൻ ഉണ്ടാക്കാനുള്ള കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് ഡോപ്പമിൻ ഡയറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇൻസുലിൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ കുത്തിവയ്ക്കാം എന്ന് പറഞ്ഞതുപോലെ ഡോപ്പമിൻ ഡയറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് ഒരു ഗുളിക രൂപത്തിൽ കഴിക്കാൻ പറ്റില്ല. കാര്യം ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അപ്പോൾ ബ്രെയിനിലേക്ക് ഡയറക്റ്റായിട്ട് ഡോപ്പമിൻ കയറി ചെല്ലില്ല. അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് ഉണ്ടാവുന്ന രീതി ഇത് തന്നെയാണ്. ബ്രെയിനിലോട്ട് എത്തുന്നത്, ഡോപ്പമിൻ എത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ എൽ ഡോപ്പയെ ഒരു എൻസൈമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡോപ്പമിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതേ സംഭവം നമ്മൾ എൽ ഡോപ്പയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പോകും എന്നുള്ളത് കൊണ്ടാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ളവർക്ക് ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമല്ല. അപ്പോൾ ഡോപ്പമിൻ ചെല്ലുമ്പോഴത്തേക്കും ഡോപ്പമിൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡൊക്കെ തോന്നും, ഒരു എനർജറ്റിക് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സംഗതിയാണ് പലർക്കും ഈ പരിപ്പ് കഴിക്കുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, എന്നാൽ കൊള്ളാലോ, ഈ സാധനം അവർക്ക് ഇത്രയും ഊർജ്ജവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൻ്റെ തടയേണ്ട കാര്യം എന്താണ്? അവർക്കൊരു ഇച്ചിരി ഊർജ്ജം കിട്ടിക്കോട്ടെ, കുറച്ച് ഡോപ്പമൈൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നിടത്താണ് വേറെ പ്രശ്നം. ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സോ പാർക്കിൻസൺസിനുള്ള മരുന്നോ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കഴിക്കുന്നവർക്ക് ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എൽ ഡോപ്പ കൂടുതൽ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത സാധനമൊന്നുമല്ല ഈ സംഗതി. ഈ എൽ ഡോപ്പ എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യത്തിൽ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല. അതിന് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡോസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ചെടിയിൽ നിന്നുള്ള കായും കാര്യങ്ങളൊക്കെ നമ്മൾ പൊടിച്ച് കഴിക്കുമ്പോൾ ഓരോ ചെടിക്കും ഓരോ ജനിതക ഗുണമായിരിക്കും. എല്ലാ ചെടിക്കും ഒരേ അളവിൽ, ഇപ്പോൾ ഗുളികയ്ക്കകത്താണെങ്കിൽ എൽ ഡോപ്പ ഇത്ര mg എന്ന് പറഞ്ഞാൽ അത്രേ കാണുള്ളൂ. പക്ഷേ ഈ കായ്ക്കകത്ത് കൃത്യ അളവൊന്നും ആയിരിക്കില്ല. ഓരോ ചെടിയും വളരുന്ന സാഹചര്യത്തിന് അതിൻ്റെ ജനിതക ഗുണം, അതിനിടുന്ന വളം, അതിന് കിട്ടുന്ന ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. അപ്പോൾ കൃത്യം ഡോസിൽ നിന്ന് നമുക്ക് എൽ ഡോപ്പ കഴിക്കാനായിട്ട് ഈ നായ്ക്കരണ പരിപ്പ് കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈഡ് എഫക്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് സംഗതി. ഒരു വൈദ്യനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇവരെല്ലാവരും പറയുന്ന, ഈ വൈദ്യന്മാർ പൊതുവേ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാറില്ല, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ മരുന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള മരുന്നാണ്, അതുകൊണ്ട് ആളുകളെ ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ചാനലുകളിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവരുടെ എല്ലാ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മനുഷ്യരാരും കേട്ടിട്ടില്ലാത്ത വൈദ്യന്മാരെ തപ്പിപ്പിടിച്ച് പൊക്കിയെടുത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ചെയ്യണം. അല്ല, അവിടെയാണ് സംഭവം നടക്കുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമുകളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ നമ്പറും കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഈ വൈദ്യന്മാർ ചെന്ന് പെടുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇവരുടെ അതേ ചാനലിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു വൈദ്യം പറയുന്നത്, എനിക്ക് സോഷ്യൽ മീഡിയയിലൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ നോക്കാറില്ല, വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. അവരുടെ ചാനലിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ ഫീച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കണം. അതെങ്ങനെ മനസ്സിലാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഇത്ര ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉണ്ട്, 550K ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉണ്ട്, യൂട്യൂബിൽ 400K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ വേണമെങ്കിൽ ഈ നമ്പർ വിളിക്കൂ എന്ന് അവർ തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അവർ ഇത് അവരുടെ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുന്നതൊന്നുമല്ല, അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ നായ്ക്കരണ പരിപ്പിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ് എന്ന് പറഞ്ഞ് പലർക്കും സംശയമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നായ്ക്കരണ പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അതിനകത്തുള്ള എൽ ഡോപ്പ കാരണം തോന്നുന്നതാണ്. അല്ലാതെ അത് ഒരു സെക്ഷൽ സ്റ്റിമുലൻ്റായിട്ട് വർക്ക് ചെയ്യുകയോ അതല്ല സ്പേം കൗണ്ട് കൂട്ടുകയോ, സ്പേം കൗണ്ട് കൂട്ടുന്നതിനൊക്കെ വളരെ വീക്കായിട്ടുള്ള എവിഡൻസ് ആണ്. അതൊക്കെ മൾട്ടിപ്പിൾ സെൻറ്റേഴ്സിൽ ഒരുപാട് സ്റ്റഡി ബ്ലൈൻഡ് ചെയ്ത് നടത്തിയതിന് ശേഷം കുറച്ചുകൂടെ നന്നായിട്ട് റിപ്പീറ്റബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ സിസ്റ്റമാറ്റിക് റിവ്യൂസൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം, ഇവൻ അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ടെന്ന്.
എന്തായാലും ഇത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇഷ്ടം പോലെയുള്ള ചെടി ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുപോലെ മറ്റൊരു കണ്ടൻറ്റായിട്ട് ഇനി വരാം. അപ്പോൾ അതുവരെ ബൈ ബൈ.